കണ്ടില്ല എന്നോ? ഏജ് ചോദിച്ചുകൊണ്ടിരിക്കുകയല്ല, ഏജ് നമ്മളൊന്നും പറയുന്നില്ല, പറയാൻ പാടില്ല ഏജൊന്നും. എന്താണ് പെൺകുട്ടികളുടെ ഏജും ആണുങ്ങളുടെ സാലറിയും ചോദിക്കുന്നതല്ലേ, അതുകൊണ്ട് പറയുന്നില്ല. വീണ്ടും വരാൻ എളുപ്പത്തിൽ സബ് ചെയ്യൂ കൗശി. അതെ കൗശി, സബ് ചെയ്യൂ. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് ചാനൽ സബ് ചെയ്യൂ. ഇഷ്ടപ്പെട്ട വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. മരിക്കും മുന്നേ നിന്നെ കാണാഹോ ദൈവേ, അതിൽ സാധിച്ചില്ല. എന്തായാലും മരിച്ചിട്ട് എന്തിനോട് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? എത്രയോ പേരുണ്ട് ഇതിൽ. ഏജ് അറിയാൻ എല്ലാവരും നോക്കി നടക്കുക. അഭിറാം അല്ല, അഭിറാം എന്നല്ല, അഭിറാം എന്ന്. ഓ സോറി, ഞാൻ വായിച്ചത് അങ്ങനെ പോയി, പെട്ടെന്ന് വായിച്ചു പോയതാ, സോറി. കൗശി എന്നാണോ എഴുതുന്നത്? ആണോ? അതെ കൗശി എബ്രാം എന്നല്ലേ? കൗശി എന്നൊരു വെറൈറ്റി പേരാണല്ലോ. എന്തായാലും പഞ്ചായത്ത് വെച്ച് നിൽക്കല്ല, നിൻ്റെ പഞ്ചായത്ത് ആദ്യം പറയും, അത് ഞാൻ പറയാം. എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. അത് കെട്ടവളെ എന്നൊന്നും ഇവിടെ വിളിക്കേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ നിനക്ക് സംസാരിക്കാം. ഞാൻ നിൻ്റെ പേര് വേറെ വല്ല മോശമായ കമൻറ്റോ മോശമായ പേരൊന്നല്ല ഇവിടെ വായിച്ചിരിക്കുന്നത്. കൗശി എബ്രഹാം. ഓക്കെ, അല്ലടി എടി പൊടിയൊന്നും വിളിക്കുക വേണ്ട. എനിക്ക് പേര് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, ഇന്നതാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. കെട്ടതോ ചീത്തതോ ഒന്നും ഇവിടെ പറയാൻ നിൽക്കണ്ട എബ്രഹാമേ. ജയകൃഷ്ണ മേനോ. ഞാൻ അവളെ ആദ്യമായി കാണുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഡാൻസ് സ്കൂളിൽ വെച്ചാണ്. ഞാൻ ഫോട്ടോകൾ എൻ്റെ ക്യാമറയിലല്ല പതിഞ്ഞത്, എൻ്റെ കണ്ണുകളിൽ. ഓ ഐ സി. ഏതാണ് ചിത്രം അല്ലേ മൂവി? പോയില്ല എന്ന് പറയുന്നു ആരമ്മിൽ. നിങ്ങളതൊക്കെ കണ്ടിരിക്കും കേട്ടോ, ബ്ലൂ ഉള്ളവരൊക്കെ. കാണണം എന്ന ആഗ്രഹം കൊണ്ടാണ് വന്നത്. എന്താ അഖിലേഷ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അഖിൽ ഡി പോടെ എന്താ ഇടി വിളിക്കൽ നിർത്തണം. ഇവിടെ നിർത്തണം, അതന്നെയല്ലേ ഞാൻ പറഞ്ഞു, നിർത്തണം. അഭിമന്യു പ്രായപൂർത്തിയായി എന്ന് പറയുന്നു. എടോ ശരിക്കും ഇഷ്ടം തോന്നുന്നു സ്വരാജ്. ഓഹോ, ഒരാളോട് മരിക്കുന്നതിന് മുന്നേ കാണണം എന്നൊക്കെ പറയും. ഞാൻ ആരെയും നിങ്ങളുടെതൊക്കെ ആരാ ഞാൻ ഇങ്ങനെയൊക്കെ കമൻറ്റ് എഴുതാൻ? നിങ്ങൾ വീട്ടുകാരെ നിങ്ങൾക്ക് കാണാൻ തോന്നുന്നില്ലേ? ഞാൻ പോയി, ഓക്കെ പോയി, ഇനി വിധിയുണ്ടെങ്കിൽ കാണാം. എന്തായാലും പ്രാർത്ഥിക്കാം. എന്തായാലും അസുഖമൊക്കെ എത്രയും പെട്ടെന്ന് മാറട്ടെ. നമ്മളും ഇതുപോലെ ഈ ഒരു സിറ്റുവേഷൻ കടന്നു വന്നതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞത്. എന്തായാലും ശ്രദ്ധിക്കുക, ഫുഡൊക്കെ കൺട്രോൾ ചെയ്യുക. ഫുഡൊക്കെ എന്താ പറയുക, അങ്ങനെ ഇങ്ങനെ ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. ഉപ്പില്ലാത്തത് കഴിക്കാൻ പറയും. പ്രത്യേകിച്ച് പനിയും കൂടി ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഡോക്ടർമാർ നല്ലോണം ശ്രദ്ധിക്കാൻ പറയും. എന്തായാലും ഹെൽത്തൊക്കെ ഓക്കെ ആയിട്ട് വരട്ടെ. അപ്പോൾ കാണാം, എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാം. ഓക്കെ അഖിലേഷ്, താങ്ക് യു. ഒരു ചാനലാണെന്നാണ് എൻ്റെ ഒരു അതിൽ നാച്ചുറൽ ട്രൂത്ത് എന്നല്ലേ? അതെ. ബൈജു തോമസ്. കൗശി ലോകമേ തറവാട് എന്നല്ലേ? അവൻ്റെ തറവാടും അറിയില്ല, ലോകം അറിയില്ല ഒന്നും. വീട്ടിലുള്ളവരെ എങ്ങനെ വിളിക്കേണ്ടതെന്ന് കൂടി അറിയുന്നില്ല കൗശിക്ക്. വേഗം പോയിക്കോ, നിനക്ക് നല്ലത് എന്നല്ലേ ആരോമല്ലേ? പ്രിയേഷ് സോറി എന്ന് പറയേ. അനു എമ്പുരാൻ മൂവി അഡിക്റ്റഡ് വൺ ചാറ്റ്. ഏത് കൗശിയാ? കൗശി കീപ് യുവർ വേർഡ് എന്ന് ബൈജു പ്രോ പറയുന്നുണ്ട്. ആരെ എൻ്റെ മുത്തിനെ വഴക്ക് പറഞ്ഞത്? ഞാനുള്ള കാലം വരെ ഇവളും. എനിക്കിത് ഇവിടെ ഒന്ന് പോയി റെസ്റ്റ് എടുക്കുക, പിന്നുള്ള കാര്യങ്ങൾ പിന്നെ പറയുക. ഇയാൾ ഇത് പറഞ്ഞത് അസുഖം ഉള്ളത്